ഡ്രഗ് ആൻഡ് ഡ്രഗ് അഡിക്ഷൻ. ഇപ്പോൾ പണ്ട് കേരള ഗോഡ്സ് ഓൺ കൺട്രി ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ ആൽക്കഹോൾ ആൻഡ് മേ ബി സ്മോക്കിംഗ് ടു എ സർട്ടൺ എക്സ്റ്റെൻ്റ് ആയിരുന്നു അറിഞ്ഞപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ ന്യൂസിലും ന്യൂസ് പേപ്പർ എല്ലാത്തിലും ഡ്രഗ്സിൻ്റെ പറ്റിയാണ് ഹൈലൈറ്റ് ചെയ്യാൻ. ആൻഡ് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഏറ്റവും ഇൻസിഡൻസ് കേരളയിലാണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഹൗ ബാഡ് ഈസ് ദ സിറ്റുവേഷൻ റൈറ്റ് നൗ? നമ്മൾ കേരളത്തിൽ എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ടതാണ് ആദ്യത്തേത്. കാരണം നമ്മുടെ നാട്ടിലാണ് എല്ലാ കേസസും വളരെ ജെന്യുവിനായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മറ്റു സ്റ്റേറ്റുകളിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടണില്ല. അതുകൊണ്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കേരളം ലീഡിങ് ആണെന്ന് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ദർ ഈസ് 330% ഇൻക്രീസ് ഇൻ ഡ്രഗ് കേസസ് എന്ന് പറയുന്നത്. അത് മിക്കവാറും നമ്മുടെ ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റവും ആ ഗവൺമെൻറ് മെക്കാനിസംസ് ഒക്കെ നല്ലതായതുകൊണ്ടായിരിക്കാം കൂടുതലും ഇത് വരാൻ കാരണം. ഓവറോൾ ആൾക്കാർ ഉപയോഗിക്കുന്ന കൺസംഷൻ റേറ്റ് കൂടിയിട്ടുണ്ട്. എന്തായാലും പൊതുവേ ഒരു കൂടുതലുണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. നമ്മൾ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സന്തോഷം എന്നൊക്കെ രീതിയിലാണ് ഇതിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. പക്ഷേ ഇഷ്ടപ്പെട്ടാണ് പലരും ലഹരി ഉപയോഗിച്ചു തുടങ്ങണേ. പക്ഷെ കഷ്ടപ്പെട്ട് ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് പല അഡിക്സും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. അപ്പം അതൊരു ദർ ഈസ് എ ഡെഫിനിറ്റ് നീഡ് ഫോർ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ ഈ ഒരു സോഷ്യൽ മെനസിൽ ഉണ്ട് എന്നുള്ളത് വളരെ വാസ്തവമാണ്.